അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുൽഹിജ്ജ 1 നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ നമ്മിലേക്ക് കടന്നു വരികയാണ്. ദുൽഹിജ്ജ 1 മുതൽ ആ മാസം മുഴുവനും രാത്രി ഓതേണ്ട ഒരു പ്രധാനപ്പെട്ട സൂറത്തുണ്ട്. ആ സൂറത്ത് ഓതിയാലുള്ളതായിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ആ സൂറത്ത് ഏതാണ് എന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അവരും ഈ അറിവനുസരിച്ച് ചെയ്താൽ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീഡിയോക്ക് ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ദുൽഹിജ്ജ മാസത്തിൽ നാം ഓതേണ്ട പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. അസുഖങ്ങൾ മാറിക്കിട്ടാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും നല്ല സന്താനങ്ങൾ ജനിക്കാനും സൂറത്തുൽ ഫജ്ർ നാം പതിവാക്കേണ്ടതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നത് കാണാം, അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തുൽ ഫജ്രി ഫീ ലയാലിൽ അശ്ർ ഗുഫിറ ലഹു. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 രാത്രികളിൽ സൂറത്തുൽ ഫജ്ർ ഓതിയാൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു തആല അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. മാത്രവുമല്ല, മുത്തുനബി തുടർന്ന് പറയുന്നത് കാണാം, വമൻ ഖറഅഹ ഫീ സാഇരിൽ അയ്യാമി. മറ്റു രാത്രികളിൽ ഓതിയാൽ, അതായത് ദുൽഹിജ്ജ 10 കഴിഞ്ഞിട്ടുള്ള മറ്റു രാത്രികളിൽ ഓതിയാൽ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ. ആ സൂറത്ത് ഓതി വന്നാൽ ഖിയാമത്ത് നാളിൽ അതവനിക്ക് പ്രകാശമായിരിക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചത് കാണാം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം, സൂറത്തുൽ ഫജ്ർ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യ 10 രാത്രികളിൽ പതിവാക്കൽ സുന്നത്താണ് എന്ന് മഹാനവറുകൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികളിൽ നിർബന്ധമായും നാം സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യണം. തുടർന്നുള്ള രാത്രികളിലും നാം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിൽ വെച്ചുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ആ 10 ദിവസങ്ങൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ആ 10 ദിവസങ്ങളിൽ നാം കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം. ആ 10 ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾക്ക് മറ്റേത് ദിവസങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലമുണ്ടെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആ 10 ദിവസത്തിൻ്റെ പ്രത്യേകത ഉണർത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ 10 ദിവസത്തിനെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ദുൽഹിജ്ജയിലെ ആദ്യ 9 ദിവസം നോമ്പനുഷ്ഠിച്ചാലുള്ള ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം. കാണാത്തവർ അത് കാണാൻ വേണ്ടി ശ്രമിക്കുകയും നോമ്പിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ദുൽഹിജ്ജയിലെ ആദ്യ 9 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നാം കൂടുതൽ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവുമായി അടുക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.